മെക്സിക്കോയിലെ കാൻകൂൺ എന്ന ടൂറിസ്റ്റ് നഗരത്തിലെ എയർപോർട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ് ഞാൻ. കരീബിയൻ കടൽ തീരത്തെ ഒരു ഉല്ലാസ നഗരമാണ് കാൻകൂൺ. എന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ആരുമില്ല. ഇവിടെ നിന്ന് 12 കിലോമീറ്റർ അകലെ റിസോർട്ട് ഏരിയയിലുള്ള ഒരു ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിനകത്തു നിന്ന് തന്നെ 1000-ഓളം രൂപ നൽകി ഞാനൊരു സൂപ്പർ ഷട്ടിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ നീല വാഹനമാണത്. ഹോട്ടലുകളെ കണക്ട് ചെയ്ത് ഷട്ടിൽ സർവീസ് നടത്തുന്ന വാഹനം. കുറച്ചുനേരം കാത്തു നിൽക്കണം. വന്നിറങ്ങുന്നവർക്ക് ഉടനെ 2 പെഗ് അടിക്കാവുന്ന വിധം ഒരു വെൽക്കം ബാർ. അതൊക്കെ കണ്ട് ഏതാണ്ട് അരമണിക്കൂർ കാത്തുനിന്നു. പല വണ്ടികൾ വരുന്നു പോകുന്നു. ഒടുവിൽ ഒരു ഡ്രൈവർ എത്തി. വന്നപാടെ ഒരു ഫയലെടുത്ത് അയാൾ കണക്കുകൾ എഴുതാൻ തുടങ്ങി. യാത്ര തുടങ്ങുകയാണ്. സൂപ്പർ ഷട്ടിൽ അമേരിക്കയിലെല്ലാമുള്ള കമ്പനിയാണ്. എയർപോർട്ടിനെയും സിറ്റിയെയും ബന്ധിപ്പിക്കുന്ന ഷട്ടിൽ സർവീസ്. എയർപോർട്ട് ഏരിയ പിന്നിടുമ്പോൾ ഒരു ട്രോപ്പിക്കൽ ഭൂപ്രദേശത്തിന്റെ കാലാവസ്ഥയും കാഴ്ചകളുമാണ്. രാവിലെ തന്നെ ഒരു മഴ പെയ്ത് തോർന്നതുപോലെ റോഡും പരിസരവും നനഞ്ഞു കിടക്കുന്നു. മെക്സിക്കോ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിയോത്തി ഹുവാക്കാനിലേക്ക് പോയപ്പോൾ കണ്ട വരണ്ട ഭൂമിയല്ല. തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതി. പ്രകൃതി മാത്രമല്ല, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും വ്യത്യസ്തമാണ്. സിംഗപ്പൂരിലോ മറ്റോ ചെന്നിറങ്ങിയതുപോലെയുണ്ട്. വഴിയരികിൽ പൂർണ്ണമായും വനവൽക്കരണം നടത്തിയിരിക്കുന്നു. നല്ല ഹൈവേകൾ. USA ഫ്ലോറിഡയുടെയോ കാലിഫോർണിയയുടെയോ ചില ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന അതേ നിലവാരമാണ് ഇവിടെയും. ഗംഭീരമായ സംവിധാനങ്ങളാണെങ്കിലും. എന്നാൽ ഇന്നലെ ഞാൻ യാത്ര ചെയ്ത മെക്സിക്കൻ പ്രദേശങ്ങൾ അങ്ങനെയായിരുന്നില്ല. അല്പം ദാരിദ്ര്യമുള്ള കാർഷിക ഗ്രാമങ്ങളായിരുന്നു അത്. ടൂറിസത്തിലൂടെ മാത്രം വളർന്ന നഗരമാണ് കാൻകൂൺ സിറ്റി. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നു. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാർ ഇവിടെ എത്തും മുൻപ് മായൻ ഗോത്രങ്ങളുടെ താമസയിടമായിരുന്നു കാൻകൂൺ. കാൻകൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയില്ല. മായൻ ഭാഷയിൽ നിന്നുള്ള സ്ഥലനാമമായിരിക്കാം. അധിനിവേശക്കാരായ സ്പെയിൻകാർ ഇവിടെയുണ്ടായിരുന്ന മായൻ ജനതയിൽ വലിയൊരു ഭാഗത്തെ കൊന്നൊടുക്കുകയാണുണ്ടായത്. ശേഷിച്ചവരിൽ ഒരു ഭാഗം സ്പെയിൻകാരോടൊപ്പമെത്തിയ വസൂരി, അഞ്ചാംപനി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് മരിച്ചു. അനാഹുവാക് എന്ന യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് വലതുവശത്ത്. വലിയൊരു യൂണിവേഴ്സിറ്റിയാണത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെത്തുന്ന യൂണിവേഴ്സിറ്റി. മായന്മാരുടെ കാലത്ത് പൂർണ്ണമായും വനപ്രദേശമായിരുന്നു ഇവിടം. വനത്തിനുള്ളിലെ ചെറുപട്ടണങ്ങളിൽ ചെറിയ സമൂഹങ്ങളായാണ് അവർ കഴിഞ്ഞിരുന്നത്. വൈദേശിക കടന്നുകയറ്റവും ക്ഷാമവും രോഗവും കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ കാൻകൂണിൽ അവശേഷിച്ചിരുന്ന മായന്മാർ കരീബിയൻ കടലിലെ ഇസ്ലാം മുജറസ്, കൊസുമൽ എന്നീ ദ്വീപുകളിലേക്ക് പലായനം ചെയ്തുവെന്നാണ് ചരിത്രം. പിന്നീട് സ്പെയിൻകാർ ഈ പ്രദേശത്ത് തെങ്ങുകൃഷി തുടങ്ങി. തെങ്ങിൻ തോപ്പുകൾക്ക് കാവൽ കിടക്കുന്നവരുടെ 4-5 ഷെഡുകൾ മാത്രമായിരുന്നു 1970-കൾ വരെയും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. കാൻകൂണിനെ പൂർണ്ണമായും ഒരു റിസോർട്ട് ടൗൺ ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ 1970-ലാണ് തുടങ്ങിയത്. ചതുപ്പും കണ്ടൽക്കാടുകളുമായി കിടന്ന പ്രദേശങ്ങൾ തെളിച്ചെടുത്ത് വലിയൊരു സുഖവാസ കേന്ദ്രമാക്കുന്ന പദ്ധതിയായിരുന്നു അത്. പദ്ധതി പ്രകാരം ഇവിടെ വൻകിട ഹോട്ടലുകൾ പണിയുന്നതിന് മെക്സിക്കോ ഗവൺമെന്റ് തന്നെ സാമ്പത്തിക സഹായം നൽകി. ഏതാനും വർഷം കൊണ്ട് കാൻകൂൺ ലോകോത്തരമായ ഒരു റിസോർട്ട് ടൗണായി മാറി. ഇവിടെ നഗരത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഡൗൺ ടൗൺ ആണ് ഒന്ന്. ഹോട്ടൽ സോൺ എന്ന ഭാഗമാണ് മറ്റൊന്ന്. ഹോട്ടൽ സോണിലേക്കാണ് ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ വന്നെത്തുന്നത്. വൻകിട ഹോട്ടലുകളെല്ലാം ഉള്ളതും അവിടെ തന്നെ. പ്രദേശവാസികളുടെ താമസയിടങ്ങളും അവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളുമൊക്കെ ഡൗൺ ടൗണിലാണ്.
അവിടേക്ക് ടൂറിസ്റ്റുകൾ അധികമായി പോകാറില്ല. ടൂറിസവുമായി ബന്ധപ്പെട്ട് വളർന്നവ മാത്രമേ ഇവിടെയുള്ളൂ. റോഡിന്റെ ഡിവൈഡറിലൂടെ തെങ്ങുകൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. ഒരേ ഉയരത്തിൽ അതങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ചന്തം. ആസൂത്രണ തികവോടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രദേശമാണ് കാൻകൂണിന്റെ ഹോട്ടൽ സോൺ. ഇതാണ് കാൻകൂണിലെ ഹോട്ടൽ സോണിന്റെ മാപ്പ്. ഇത് ഡൗൺ ടൗൺ ഏരിയ. മെയിൻലാൻഡിൽ നിന്നും കടലിലേക്ക് ഒരു കോറൽ ചിറ നീണ്ടുകിടക്കുന്നു. 22 കിലോമീറ്റർ നീളമുണ്ടതിന്. ആ ചിറയിൽ നിറയെ ഹോട്ടലുകളും റിസോർട്ടുകളുമാണ്. ടൂറിസത്തിനു വേണ്ടി മാത്രമുള്ള പ്രദേശം. വാഹനം ഒരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നുമാണ് കോറൽ ചിറയിലെ ഹോട്ടൽ സോണിലേക്ക് തിരിയുന്നത്. ഇപ്പോൾ യാത്ര ആ ചിറയിലൂടെയാണ്. ചിറയെന്നാൽ ഇവിടെ ഏകദേശം 1/2 കിലോമീറ്റർ വീതിയിൽ കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ഭൂഭാഗമാണ്. അതിന്റെ ഒരു വശത്ത് ഒരു ലഗൂൺ രൂപപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് നീലക്കടലാണ്. സുന്ദരമായ കരീബിയൻ കടൽ. ഇനിയുള്ള യാത്രയിൽ പാതയുടെ ഇരുവശത്തും കാണുന്നത് ഹോട്ടലുകളാണ്. വമ്പൻ ആഡംബര ഹോട്ടലുകൾ. 1 ലക്ഷം രൂപ ഒരു രാത്രിക്ക് ഈടാക്കുന്ന ഹോട്ടൽ മുറികൾ വരെയുണ്ടിവിടെ. ടൂറിസം വ്യവസായത്തിന് മാത്രം വേണ്ടി സജ്ജീകരിച്ചതാണ് ഹോട്ടൽ സോൺ. ഇടതുവശത്ത് കാണുന്ന പടിപ്പുര ഒരു റിസോർട്ടിൻ്റെതാണ്. സ്റ്റാർബക്സ് പോലുള്ള ഇന്റർനാഷണൽ ചെയിനുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, അതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ വലതുവശത്ത് ഒരു 10 നില കെട്ടിടം കാണാം. അതാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ കാലിപ്സോ. ഇവിടെയാണ് വാഹനത്തിന്റെ ആദ്യത്തെ സ്റ്റോപ്പ്. ഞാൻ ഹോട്ടൽ കാലിപ്സോയുടെ മുന്നിലിറങ്ങി. ഇതൊരു ആഡംബര ഹോട്ടലല്ല. കാൻകൂൺ ഹോട്ടൽ സോണിൽ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഹോട്ടൽ ഇതാണ്. 6000 രൂപയേ ഉള്ളൂ മുറി വാടക. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും വൃത്തിയും ഭംഗിയും സൗകര്യവുമുള്ള മുറി സംഘടിപ്പിക്കാനാണ് സഞ്ചാരത്തിന്റെ ഷൂട്ടിങ്ങിനിറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുക. 6000 രൂപയടച്ച് ഓൺലൈനായി മുറി നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് മുറി വാടക അതിലും കുറവാണ്. 806 നമ്പർ മുറി എനിക്ക് തന്നു. 8ാം നിലയിലാണത്. മുറിയിലേക്ക് പോകാനായി ലിഫ്റ്റിലേക്ക് നടന്നു. ഇപ്പോൾ പുതുമോടിയുടെ കൊതികളൊന്നുമില്ലാത്തതിനാൽ ലക്ഷറി ഹോട്ടലിൽ താമസിക്കാൻ തോന്നാറില്ല. 8ാം നിലയുടെ വരാന്തയിലൂടെ നടക്കുമ്പോൾ മനോഹരമായ പച്ചപ്പിന്റെ കാഴ്ചയാണ് ചുറ്റും. ഹോട്ടലിന്റെ പിൻഭാഗമാണിത്. അവിടുത്തെ പൂളുകൾ, അതിന് സമീപത്തെ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ഇതെല്ലാം ഈ ഹോട്ടലിന്റെ ഭാഗമായ കെട്ടിടങ്ങളാണ്. എന്തൊരു പച്ചപ്പാണ്! കേരളം പോലെയുള്ളതോ അതിലും മനോഹരമായതോ ആയ സ്ഥലങ്ങൾ ഈ മെക്സിക്കോയിലുമുണ്ട്. പിന്നിൽ കാണുന്നത് കണ്ടൽക്കാടുകളാണ്. കാൻകൂണിലെ ലക്ഷറി കുറഞ്ഞ പ്രോപ്പർട്ടിയാണിത്. ഇത്തരത്തിലുള്ളതും ഇതിലും നിലവാരം കൂടിയതുമായ 100-ലേറെ ഹോട്ടലുകളാണ് ഇനി അങ്ങോട്ടുള്ളത്. നിരവധിയായ ഉല്ലാസ ഉപാധികളും. പ്രകൃതിയെ ഏറ്റവും സുന്ദരമായി നിലനിർത്തുകയും ഉപയോഗപ്പെടുത്തുകയുമാണിവർ. താക്കോലുമായി പിറകെ ആളെ അയക്കാം എന്ന് പറഞ്ഞതിനാൽ ഞാൻ കാത്തുനിൽക്കുകയായിരുന്നു. ഹോട്ടൽ സ്റ്റാഫ് വന്ന് എൻ്റെ മുറി തുറന്നു തന്നു. മുറിക്കകത്തേക്ക് കയറി. ഒട്ടും ആഡംബരത്വമില്ലാത്ത എന്നാൽ വൃത്തിയുള്ള ഒരു സാധാരണ മുറി. എനിക്ക് 3 ദിവസം താമസിക്കാൻ ഇത് മതി. ആഡംബരത്വത്തിന്റെ അങ്ങേയറ്റം വരെ സഞ്ചരിച്ചു കഴിഞ്ഞതാണ്. മുന്നിലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇതാണ് ഹോട്ടലിന് മുന്നിലെ പാത. അതിലൂടെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ ഹോട്ടലിന്റെ എതിർവശത്ത് മറ്റൊരു വലിയ ഹോട്ടലുണ്ട്. ഓക്സിഡന്റൽ കോസ്റ്റ കാൻകൂൺ എന്ന ഹോട്ടലാണിത്. അതിനപ്പുറം പല ഹോട്ടലുകൾ. അതിനടുത്തായി തിയേറ്ററോ ദേ കാൻകൂൺ, പെർഫോമിംഗ് ആർട്സ് തിയേറ്ററാണത്. അതിനപ്പുറം ഇളം നീലക്കടൽ. ഇതാണ് കരീബിയന്റെ സൗന്ദര്യം. മെക്സിക്കോയുടെ തീരങ്ങൾ ഇങ്ങനെയാണ്. ആ തീരത്തെ മുഴുവൻ ടൂറിസത്തിനായി ഉപയോഗപ്പെടുത്തുകയാണിവർ.
ഒരു ഭാഗത്ത് വലിയൊരു ടവറുണ്ട്. സ്കൈ ടവർ എന്നാണ് അതിന്റെ പേര്. ടവറിന് മുകളിലേക്ക് വലിയൊരു പ്ലാറ്റ്ഫോം കറങ്ങി ഉയർന്നു പോകുന്നു. അതിനകത്ത് നിറയെ ആളുകളുമുണ്ട്. ഈ ടവർ ഹോട്ടലിനടുത്തു തന്നെയാണെന്ന് ഞാൻ ഇവിടേക്ക് വരുന്നതിനു മുൻപ് മനസ്സിലാക്കിയിരുന്നു. ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ ഉടനെ ആദ്യം അതിൽ ചെന്ന് കയറണമെന്ന് തീരുമാനിച്ചു. അതിൽ കയറി ഒന്ന് മുകളിൽ പോയി വരുമ്പോൾ തന്നെ കാൻകൂണിലെ ചിത്രീകരണം തുടങ്ങാനുള്ള ആവേശമാകും. കാൻകൂണിന്റെ ഹോട്ടൽ സോൺ എങ്ങനെയാണെന്നതിന്റെ കാഴ്ച ടവറിലിരുന്നാൽ ലഭിക്കുകയും ചെയ്യും. ഇന്നിനി കാണാൻ പോകുന്ന സുന്ദരമായ ഭൂപ്രദേശത്തിന്റെ കാഴ്ചകൾ ആദ്യം ആകാശത്തു നിന്നൊന്ന് കാണുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നി. ഹോട്ടൽ സോൺ അങ്ങ് നീണ്ടുകിടക്കുകയാണ്. 22 കിലോമീറ്റർ നീളമുള്ള ഒരു കോറൽ ചിറ. 100-ലേറെ ഹോട്ടലുകളാണ് അതിലുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നിറങ്ങി. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ടൂറിസ്റ്റുകൾ ഇന്നത്തെ ആഘോഷ പരിപാടികൾക്കായി ഇറങ്ങിത്തുടങ്ങിയിട്ടേയുള്ളൂ. നേരം 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം റിസോർട്ട് ടൗണുകളിൽ താമസത്തിനെത്തുന്നവരൊന്നും അതിരാവിലെ തന്നെ കിടക്ക വിട്ടുണരില്ല. പലരും വൈകി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സാവധാനം മാത്രമേ പുറത്തേക്കിറങ്ങൂ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ആ വരുന്ന തരം ചുവന്ന ബസ്സുകളാണ് ഹോട്ടൽ സോണിലൂടെ യാത്ര ചെയ്യാനുള്ളത്. 12 പെസോ നൽകിയാൽ മതി. 22 കിലോമീറ്റർ വരുന്ന ഹോട്ടൽ സോണിൽ എവിടെയും എത്താം. ഇവിടെ മുഴുവൻ ഹോട്ടലുകളേ ഉള്ളൂ. നാട്ടുകാർക്കായി ഒരു സ്ഥാപനവും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇവിടെയില്ല. ഉള്ളത് ഹോട്ടലുകളിൽ ജോലിക്കാരായി വരുന്നവർ മാത്രമാണ്. നേരത്തെ കണ്ട തിയേറ്ററാണിത്. അതെല്ലാം ട്രഡീഷണൽ ശൈലിയിൽ സുന്ദരമായി പണിതിരിക്കുന്നു. ടൂറിസം എന്നത് ജനവിരുദ്ധമാണെന്ന ഒരു തെറ്റിദ്ധാരണ നമ്മിൽ ചിലർക്കെങ്കിലും എന്നോ ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നടന്ന് സ്കൈ ടവറിന്റെ ചുവട്ടിലേക്കെത്തി. ഓഫ് സീസണിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓഫ് സീസൺ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റ് സീസണിലുള്ളതിലും ആളുകൾ ഇവിടെയുണ്ട്. ഇളം നീല ജലമുള്ള മനോഹരമായ ഒരു ചെറു ഉൾക്കടലിന്റെ തീരത്താണ് ടവർ. ടവറിലെ പ്ലാറ്റ്ഫോം താഴെ വന്നു നിൽക്കുകയാണ്. മുന്നിൽ കാണുന്ന ആ കെട്ടിടത്തിനകത്ത് നിന്നാണ് ടിക്കറ്റ് ലഭിക്കുക. ഞാൻ അങ്ങോട്ട് നടന്നു. അതിമനോഹരമായ നീല ജലാശയം. ആ നീല നിറം തന്നെ ആരെയും കൊതിപ്പിക്കുന്നതാണ്. കടലിനടിയിൽ പെയിന്റ് അടിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നും. അതിനപ്പുറം കൂറ്റൻ ഹോട്ടലുകൾ. കെട്ടിടത്തിനകത്ത് ചെന്ന് ഞാൻ ടിക്കറ്റ് എടുത്തു. കുറെ പേർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ടവർ പ്ലാറ്റ്ഫോം പുറപ്പെടാൻ നേരമായി. $20 നൽകി വാങ്ങിയ ടിക്കറ്റുമായി ഞാനും അതിലേക്ക് നടന്നു. ഓരോ തവണയും നിറയെ ആളുമായാണ് ഈ പ്ലാറ്റ്ഫോം മുകളിലേക്ക് പോവുക. 40ഓളം പേർക്ക് ഇതിൽ കയറാം. ഒരു തവണ മുകളിൽ പോയി വരുമ്പോഴേക്കും ചുരുങ്ങിയത് $800 ഇവർക്ക് കിട്ടുന്നു. ഇതാണ് ഇരിപ്പിടം. ചുറ്റും ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും പ്ലാറ്റ്ഫോം ഉയരാൻ തുടങ്ങി. ഉയരുന്നതിനൊപ്പം പ്ലാറ്റ്ഫോം കറങ്ങുകയും ചെയ്യും. ഇങ്ങനെ കറങ്ങി ഉയരുമ്പോൾ കാൻകൂൺ ഹോട്ടൽ സോണിന്റെ വൈപുല്യം കാണാം. ഇടതുഭാഗത്തെ വെള്ളക്കെട്ടിടമാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. അവിടെ നിന്നിറങ്ങിയാണ് സ്കൈ ടവറിന്റെ ചുവട്ടിലേക്ക് വന്നത്. എയർപോർട്ടിൽ നിന്നും ഞാൻ വന്നത് ദൂരെ അക്കാണുന്ന ഭാഗത്തുകൂടിയാണ്. അത് മെയിൻ ലാൻഡാണ്. കടലിന്റെ നിറവും സൗന്ദര്യവും പഞ്ചാരമണലിന്റെ ബീച്ചുകളുമാണ് ഇത്തരം കരീബിയൻ തീരങ്ങളെ ഏറ്റവും സുന്ദരമാക്കുന്നത്. തീരത്ത് നിരവധിയായ ഉല്ലാസ ഉപാധികൾ. അതിസുന്ദരമായ വെള്ളിമണൽ തീരം. അവിടേക്ക് ഇറക്കിപ്പണിതിരിക്കുന്ന ആഡംബരം നിറഞ്ഞ ഹോട്ടൽ സമുച്ചയങ്ങൾ. ടൂറിസ്റ്റുകൾ തീരനഗരങ്ങളിലേക്ക് വരുന്നത് ബീച്ചിലെ താമസത്തിനു വേണ്ടിയാണ്.
അല്ലാതെ തീരത്തുനിന്നും 1 കിലോമീറ്റർ അകലെയുള്ള റിസോർട്ടിൽ താമസിക്കാനല്ല. തൊട്ടപ്പുറത്തേക്ക് നോക്കുക. കണ്ടൽക്കാടുകളെ ഒരു വിധത്തിലും ഉപദ്രവിക്കാതെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. കണ്ടൽക്കാടുകൾക്കിടയിലെ തോടുകളിലൂടെ ചെറിയ ബോട്ടുകളിൽ സഞ്ചരിക്കാം. കടലിനെ ടൂറിസത്തിനു വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നാം പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. എത്രയെത്ര ഹോട്ടലുകളും റിസോർട്ടുകളുമാണെന്ന് കാണുക. കണ്ടൽക്കാടും പച്ചപ്പുമെല്ലാം നിലനിർത്തുകയും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഉല്ലാസ സംവിധാനങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. തീരക്കടൽ ഏറ്റവും ശുദ്ധിയോടെയാണ് കിടക്കുന്നതെന്ന് ഈ ആകാശക്കാഴ്ചയിൽ മനസ്സിലാവും. കറുത്തുകിടക്കുന്നത് കടലിനടിയിലെ പാറക്കെട്ടുകളാണ്. കടലിനെ എങ്ങനെ ടൂറിസത്തിനു വേണ്ടി ഉപയോഗിക്കാമെന്നും അതിലൂടെ എങ്ങനെ പണമുണ്ടാക്കാമെന്നും തീരത്ത് തന്നെ കണ്ടൽക്കാടുകളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താമെന്നുമെല്ലാം ഇവിടെ കണ്ടറിയാം. കണ്ടൽക്കാടുകൾ കയ്യേറി ആരും കെട്ടിടം പണിയുന്നില്ല, മണ്ണിട്ട് നികത്തുന്നില്ല. നികത്താവുന്നതും നിർമ്മാണം നടത്താവുന്നതുമായ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള പ്രദേശങ്ങൾ മുഴുവനായും തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് ബുദ്ധിപരമായ നീക്കം. താഴെ പൈറേറ്റ് ഷിപ്പുകൾ കിടക്കുന്നു. ചെറിയ സ്പീഡ് ബോട്ടുകൾ നീങ്ങുന്നു. തൂവെള്ള മണലിന്റെ തീരങ്ങൾ. വിശാലമായ മണൽ ബീച്ചിൽ നിരവധി കട്ടിലുകൾ. അങ്ങ് നീണ്ടുകിടക്കുന്നതെല്ലാം ഹോട്ടൽ സോണിന്റെ ഭാഗങ്ങളാണ്. അതിന്റെ നടുവിലൂടെയാണ് 4 വരിപ്പാത പോകുന്നത്. തീരങ്ങളിൽ മുഴുവനും ഹോട്ടലുകളും എന്റർടൈൻമെന്റ് സെന്ററുകളും. നീണ്ടുപോകുന്ന പഞ്ചാരമണൽ ബീച്ചുകൾ. ഹോട്ടലുകളുടെ നിരയ്ക്കും ബീച്ചിനുമിടയിലായി നിരവധിയായ പൂളുകൾ. നല്ലൊരു ഹൈവേ ഇതിനെയെല്ലാം കണക്ട് ചെയ്ത് നീണ്ടുപോകുന്നു. അതാണ് ഹോട്ടൽ സോണിന്റെ ജീവനാഡി. ഇതാണ് ഹോട്ടലുകളോടനുബന്ധിച്ചുള്ള പൂളുകളുടെ ആകാശക്കാഴ്ച. നീലക്കടലിന്റെ തീരത്തു തന്നെ പളുങ്കുജലം നിറഞ്ഞുകിടക്കുന്ന സുന്ദരമായ കുളങ്ങൾ. ആഘോഷത്തിനായി എത്ര പണം ചെലവാക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണിവിടം. ലോകത്തെ കോടീശ്വരന്മാർ വന്ന് പണം വാരിയെറിഞ്ഞ് ഉല്ലസിക്കുന്ന ഒരു സ്ഥലം. ഇതാണ് ആസൂത്രണമെന്ന് പറയുന്നത്. മെക്സിക്കോയ്ക്ക് കഴിയുന്നത് ഇന്ത്യക്കും കഴിയാവുന്നതേയുള്ളൂ. നമ്മുടെ ഗോവയിൽ പോലും ഇത്രയും വൃത്തിയിലും ഭംഗിയിലുമുള്ള ആസൂത്രണം കാണുന്നില്ല. അതാണ് നാം ചിന്തിക്കേണ്ടത്. ലോകത്ത് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇത്തരം കാര്യങ്ങളെ പ്രശംസിക്കുന്നത് പോലും തെറ്റാണെന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നല്ലതിനെ മാതൃകയാക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. കുറെ നേരം സ്കൈ ടവറിൽ ആകാശത്ത് കറങ്ങിയപ്പോൾ കാൻകൂൺ എന്ന പ്രദേശത്തിന്റെ ഹോട്ടൽ സോണിന്റെ ഏകദേശ രൂപം മനസ്സിലാക്കാനായി. 22 കിലോമീറ്റർ നീണ്ടുകിടക്കുകയാണ് ഹോട്ടൽ സോൺ. ഇപ്പോൾ കണ്ടതിലും ആവേശമുണർത്തുന്ന കാഴ്ചകളാണ് ഇനി അങ്ങോട്ടുള്ളത്. സ്കൈ ടവർ തിരിച്ചിറങ്ങി തുടങ്ങി. പെട്ടെന്ന് തന്നെ താഴെയെത്തി. 10 മിനിറ്റോളം മാത്രമേ സ്കൈ ടവറിൽ ചെലവഴിച്ചുള്ളൂ. എങ്കിലും അതൊരനുഭവമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന സംവിധാനം. ടവർ അടുത്ത കറക്കത്തിന് ഒരുങ്ങുകയാണ്. ഹോട്ടൽ സോൺ ഒന്ന് പരിചയപ്പെടുന്നതിനായി ഇനി കുറേ ദൂരം നടക്കാൻ ഞാൻ തീരുമാനിച്ചു. വഴിയോരത്തെ ചെടികൾ പോലും മുനിസിപ്പാലിറ്റി വെട്ടിയൊരുക്കി നിർത്തുന്നതാണ്. ഇവിടെ കടലിനെയും പുറകിൽ കണ്ട കണ്ടൽക്കാട് വളർന്നു നിൽക്കുന്ന ലഗൂണിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പൊഴിയുണ്ട്. ആ പൊഴിയിലും നല്ല വൃത്തിയുള്ള നീലജലമാണ്. കേരളത്തിലെ തീരക്കടലിനോ നദികൾക്കോ ഈ നിറമില്ല. ഈ നീല നിറത്തിനു കാരണം വെള്ളത്തിനടിയിലെ വെളുത്ത മണലാണ്. ലഗൂണിലെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച ശേഷം മടങ്ങുന്നവരുടെ ബോട്ടാണിത്. അത്തരം ബോട്ടുകൾ നിരവധിയുണ്ട്. പലതരം ബോട്ടുകൾ, സമ്പന്നരുടെ ആഡംബര ബോട്ടുകൾ വരെ.
ചിലതിൽ കുടുംബാംഗങ്ങളും ഒത്തിരുന്ന് ലഞ്ച് കഴിക്കുന്നു ആളുകൾ. വെള്ളത്തിനടിയിലെ ഒരു നിലയിൽ ബെഡ്റൂം വരെയുണ്ട് അതിൽ. പഴയകാലത്തെ പൈറേറ്റ് ഷിപ്പുകളുടെ രൂപമുള്ള ചെറുകപ്പലുകളും കിടപ്പുണ്ട് ഇവിടെ. കരീബിയൻ കടലിൽ കടൽ കൊള്ളക്കാർ ചുറ്റിയടിച്ചിരുന്നത് ഈ രൂപമുള്ള പായ്ക്കപ്പലുകളിലാണ്. ജോളി റോജർ എന്നൊക്കെ പേരുള്ള ഇത്തരം ബോട്ടുകൾ രാത്രിയാവുന്നതോടെ സംഗീതവും നൃത്തവുമെല്ലാമായി കടലിലേക്കിറങ്ങും. 18-ാം നൂറ്റാണ്ടിൽ കരീബിയൻ കടലിനെ വിറപ്പിച്ചിരുന്ന പൈറേറ്റ് ഷിപ്പുകളാണ് ജോളി റോജറുകൾ. ശരിക്കും ആ കപ്പലുകളിലെ പതാകകളാണ് ജോളി റോജർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. പല പൈറേറ്റ് ഷിപ്പുകളുണ്ടിവിടെ. അടുത്തുള്ള ചില ദ്വീപുകളിലേക്കും മറ്റും ക്രൂസുകൾ തുടങ്ങുന്ന ഇടം. ആ കാഴ്ചകളിൽ മുഴുകി ഞാൻ അവിടെ നിന്നു.